പ്രകൃതി ഉണ്ടാക്കിയിരുന്നു. അത് ആ ഗുണങ്ങൾക്കും അതീതനായതുകൊണ്ടാണ് എന്ന് പറയുന്നത്. ഒരു ഗുണങ്ങളുമില്ല. നമുക്കൊക്കെ ഏതെങ്കിലും ഒരു ഗുണമാണ് ജീവിക്കാൻ പറ്റും. രാവിലെ സത്വമാണ്, ഉച്ചയാകുമ്പോൾ രജഗുണാവും, ഒക്കെ രജഗുണത്തിലിരിക്കുന്ന കൂടുതലും അല്ലേ, അഹങ്കാരത്തിലേക്ക് ഇരിക്കുന്ന കാലാണ് ഇപ്പൊ. ഇനി ശ്രീരാമൻ ആരാണെന്ന് സീത ഹനുമാനോട് പറയുന്നു അല്ലേ. സച്ചിദാനന്ദമേഘം അദ്വയൻ പരമത്വൻ നിശ്ചലൻ സർവോപാധി അല്ലേ, അങ്ങനെ കുറെ പറയുന്നു തത്വം. ഇനി അതിന്റെ തത്വം പറയും. എന്നോടെ തത്വം ഈ ചൊല്ലിടാമുള്ള വണ്ണം നിന്നോട് ഞാൻ താൻ മൂലപ്രകൃതിയായതോ എന്നോടെ പ്രതി ഞാൻ പരമാത്മാവ് തന്റെ സന്നിധി മാത്രം കൊണ്ട് ഞാനിവ സൃഷ്ടിക്കുന്നു. ഇവിടെ നെച്ചൂരിന്റെ ഒരു ചെറിയ വാക്ക്, നെച്ചൂരിന്റെ രമണ മഹർഷിയുടെ മുമ്പിൽ വെച്ചിട്ട് രണ്ടുപേര് തർക്കിക്കുക. അത് ഇംഗ്ലീഷിലാണ്. അപ്പൊ അതിൽ ഷീ SHE അപ്പോ ഒരാൾ പറഞ്ഞത്രേ ഹീ ഇല്ലെങ്കിൽ ഷീ ഇല്ല, ഹീ ഇല്ലെങ്കിൽ ഷീ ഇല്ല, വിത്തൗട്ട് ഹീ നോട്ട് ഷീ. അപ്പോ അതെന്താ പറയുന്നത് നമുക്ക് തോന്നുമ്പോ അത് വെറുതെ ഷീ ഹീ അല്ല, പ്രകൃതി പുരുഷനും തമ്മിലുള്ളതാണ്. അപ്പൊ ഹീ ഇല്ലെങ്കിൽ ഷീ ഇല്ല. അപ്പൊ വേറൊരുത്തം പറഞ്ഞത് ഷീല് അല്ല, ഷീല് ഹീ ഉണ്ട്, ഷീല് ഹീ ഉണ്ടല്ലോ. അപ്പൊ വേറൊരുത്തമല്ല, ഹീ ഇല്ലെങ്കിൽ ഷീ ഇല്ല. അപ്പൊ ഷീല് ഹീ ഉണ്ടല്ലോ, ഹീക്ക് ഇരിക്കാൻ ഷീ വേണം, ഹീക്ക് ഇരിക്കാൻ ഷീ വേണ്ടേ. അപ്പൊ എങ്ങനെ ശരിയാവാ? ഒരുത്തം പറഞ്ഞു ഹീ ഇല്ലെങ്കിൽ ഷീ ഇല്ല, ഒരുത്തം പറഞ്ഞു ഹീ വേണം, ഹീക്ക് ഇരിക്കാൻ ഷീ വേണം. അപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കണ രമണ മഹർഷി പറയട്ടെ. രമണ മഹർഷി പറഞ്ഞത് നിങ്ങൾ പറയുന്നത് രണ്ടും ശരിയാണ്, പക്ഷേ ഹീ ക്യാൻ സ്റ്റാൻഡ് ഇൻഡിവിജ്വലി. ഹീക്ക് ഇൻഡിവിജ്വലായിട്ട് നിൽക്കാൻ പറ്റും, ഷീക്ക് നിൽക്കാൻ പറ്റും. മനസ്സിലായില്ല? ഹീ ഇല്ലെങ്കിൽ ഷീ ഇല്ല, ഹീക്ക് നിൽക്കാൻ ഷീ വേണം. ഇത് രണ്ടും ശരിയാ, പക്ഷെ പറയുന്നത് അറിയും, ഹീക്ക് ഇൻഡിപെൻഡന്റ് ആയി നിൽക്കാൻ പറ്റും, ഷീക്ക് നിൽക്കാൻ പറ്റും. രമണ മഹർഷി അപ്പൊ പറയുന്നത് നിങ്ങൾ രണ്ടുപേരും പറയുന്നത് ശരിയാ, പക്ഷേ ഹീക്ക് സെപ്പറേറ്റ് ആണ്. ഇതാ ഈ പ്രകൃതി പുരുഷൻ തമ്മിലുള്ള ബന്ധമാണ്. പുരുഷനെ പ്രവർത്തിക്കാൻ ലീലകൾ ആടാൻ പ്രകൃതി വേണം. പ്രകൃതിക്ക് ഈ ശക്തി ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇത് ഇല്ലെങ്കിലും പുരുഷൻ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും. നമ്മൾ ഈ പുരഞ്ജനോപാഖ്യാനത്തിൽ കറക്റ്റ് പറയുന്നു. പുരഞ്ജനോപാഖ്യാനം മഹാഭാഗവതത്തിൽ ഇതിനൊക്കെ ഓരോ കഥകളിലാണ്. മഹാഭാഗവതം എല്ലാം നമ്മൾ എത്ര 18,000 ശ്ലോകത്തിൽ ഈ കഥകളൊക്കെ വരും. അതുകൊണ്ടാണ് ഏറ്റവും അവസാനം എഴുതിയ പുരാണമാണ് ഭാഗവതം. ഈ വേദം, ഇതിഹാസം, പുരാണങ്ങളും ഉപനിഷത്തും ഒക്കെ എഴുതിയിട്ട് അവസാനമാണ് ഈ കലികാലത്തിന്. അതും വേദവ്യാസൻ ആകെ ഇനിയിപ്പോ എന്താ ആകെ എന്തൊക്കെ ഒരു അതൃപ്തി തോന്നിയപ്പോഴാണ് നാരദൻ എന്ന് പറഞ്ഞു, എന്താ ഈ കലികാലത്തിന് വേണ്ടി ഭക്തി ഉള്ള ഒരു ഗ്രന്ഥം എഴുതാൻ വേണ്ടി ഈ ഭാഗവതം എഴുതി. ഇതിപ്പോ സപ്താഹങ്ങൾ കുറെ നടക്കുന്നുണ്ടല്ലേ. പണ്ടൊക്കെ ജ്ഞാനയജ്ഞം പോയിട്ട് ഇപ്പോ ജ്ഞാനയജ്ഞം ഒക്കെ പറഞ്ഞിരുന്നു. തത്വം സംഗീതാവൊക്കെ പറഞ്ഞതൊക്കെ മാറിപ്പോകും. ആത്സവം ഇല്ല, സപ്താഹവും മഹോത്സവമായി. അതിങ്ങനെ എത്ര കേട്ടിട്ടും പിന്നെ നമ്മളതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഉത്സവത്തിന്റെ ഉള്ളിൽ അങ്ങനെ പോവുക. ഞാൻ കൃഷ്ണാവതാരത്തിന്റെ ശ്ലോകം തന്നെ ആരും എന്തുകൊണ്ടാണ് അത് പ്രസിദ്ധിയില്ലാത്ത ആരും ചെല്ലാറില്ലല്ലോ. ഒന്നും വരാറില്ല. എന്തുകൊണ്ടാണ് അത് ചെല്ലാറില്ല? ഞാൻ കേട്ടാറ്. നമ്മളതിപ്പോ അടുത്ത കാലം കൊണ്ട് ഞാൻ ചെല്ലാറാണ്. കാരണം ഇതാരും കേട്ടിട്ടില്ലേ. കാരണം 8ാമത്തെ ശ്ലോകം ചെല്ലാൻ സമയമില്ല. അപ്പോഴേക്കും ഇവിടെ കർപ്പൂരം കെട്ടലും കുട്ടിയാട്ടലും ആകെ ബഹളം. ദേവത്യം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയെന്നാ പറയുന്നത്. കൃഷ്ണൻ എല്ലാവരുടെ ഹൃദയത്തിലും പ്രകടമാകട്ടെ എന്നാ ശ്ലോകം കേട്ടിട്ടുണ്ട്. ആ 8ാമത്തെ ശ്ലോകം കേൾക്കില്ല. അത് തുടങ്ങുമ്പോഴേക്കും ആകെ കർപ്പൂരം കത്തിച്ച് ആകെ ബഹളം. നമ്മൾ സപ്താഹം കേൾക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലാണ് മാറ്റം വരേണ്ടത്. സപ്താഹം കൊണ്ട് ഉള്ളില്, കാരണം 7 ദിവസം കഴിഞ്ഞപ്പോഴാണ് പരീക്ഷത്തിന് ശരീരം ഉപേക്ഷിക്കാൻ. എന്തുകൊണ്ടാണ്? 12ാം സ്കന്ധത്തിലെ 5ാമത്തെ ബ്രഹ്മോപദേശമുണ്ട്. ആ ബ്രഹ്മോപദേശം അങ്ങോട്ട് കേട്ടപ്പോ പരീക്ഷത്തിന് ഇനി എന്തായാലും എനിക്ക് ഒന്നും കേൾക്കണ്ട, ഞാൻ തൃപ്തനായി, ഇനി എന്നെ തക്ഷകനം വന്ന് കടിക്കേ എന്തുമായിക്കോട്ടെ, ഞാൻ മുക്തനായി, ആ ശരീരത്തിന് സ്വതന്ത്രമായി പരീക്ഷിച്ച്. അതാണ് നമുക്ക് കിട്ടേണ്ടത്. പണ്ട് അല്ലേ മറ്റേ
ഗോകർണൻ സപ്താഹം നടത്തി ഇല്ലേ? ഗോകർണൻ സപ്താഹം നടത്തി പ്രേതമായ ദുന്ദുകാരി മോക്ഷം നടത്തി. പക്ഷെ അവിടെ ഉള്ളവരൊന്നും മോക്ഷം പോയില്ല. വിമാനം വന്നപ്പോ ദുന്ദുകാരി പ്രേതം പോയി. അപ്പൊ ഗോകർണൻ ചോദിച്ചത്, ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്ന കേട്ടിട്ട് നിങ്ങൾ വേണ്ട പോലെ കേട്ടിട്ടില്ല, നിങ്ങൾ വേണ്ട പോലെ അത് കേട്ടിട്ടില്ല. ആ പ്രേതമാണ് കേട്ടത്. ദുന്ദുകാരിക്ക് മോക്ഷം കിട്ടി, അവിടെ ഇരുന്നോളൊന്നും മോക്ഷം കിട്ടില്ല. ഇതൊക്കെ എന്തിനാ വേദവ്യാസൻ എഴുതി വെച്ച്? നമുക്ക് വേണ്ടിയിട്ടാണ്. ഓരോ ബുക്കുകളും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ എവിടെയാണെന്നും നമ്മൾ എന്ത് ചെയ്യണമെന്നും മനസ്സിലാക്കണം. ഭക്തി എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോക്ക് മാത്രമല്ല. അമ്പലം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയണ്ടേ, നമ്മളെ കിട്ടുന്ന ഒരു എനർജി ആയിരിക്കണം. എനർജിക്കാണ് ആ കിട്ടുന്ന അമ്പലത്തിൽ വേണ്ടത്. അത് നമുക്ക് കിട്ടില്ല. അങ്ങനെയാവണം. ഒരു ഊർജ കേന്ദ്രമാവണം. അമ്പലങ്ങളൊക്കെ ഊർജ കേന്ദ്രങ്ങളാണ്. ജീവിക്കാനുള്ള ഊർജം, ആത്മീയമായ ഊർജമാണ് അമ്പലത്തിൽ നിന്ന് കിട്ടുന്നത്. അതിനുവേണ്ടി നമ്മുടെ ശരീരത്തിന്റെ അതേ മോഡലിലാണ് അമ്പലം. ഗോപുരം തൊട്ട് ശ്രീകോവിൽ വരെ നമ്മുടെ ശരീരത്തിന് പഞ്ച ആകാരം അല്ലേ? നമ്മളെ ഇപ്പോ 5 തരത്തിലുള്ള ബോഡിയുണ്ട് നമുക്ക്. ആ ബോഡി പോലെ തന്നെ 5 പ്രകാരത്തിലാണ് അമ്പലം ഉണ്ടാക്കിയത്. ക്ഷേത്രം ആ രൂപത്തിലാണ് ക്ഷേത്രം ഉണ്ടാക്കിയത്. അവിടെ ചെന്ന് അതേ രൂപത്തിൽ നമ്മളും ക്ഷേത്രം വന്ന ക്ഷേത്രജ്ഞ യോഗം ഉണ്ടല്ലേ ഗീതയില്? ക്ഷേത്രജ്ഞ യോഗത്തിലെ ക്ഷേത്രം വന്ന നമ്മുടെ ശരീരത്തിന് വ്യക്തമായി പറയുന്നുണ്ട്. അപ്പൊ അതേപോലെ നമ്മൾ ഒരു ക്ഷേത്രത്തിൽ ചെന്നാൽ ആ ഊർജമാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ നടക്കുന്നില്ല. എല്ലാം 100% അമ്പലത്തിൽ ശക്തമല്ല. അപ്പൊ അവനവിടെ കള്ളത്തരം ചെയ്യുമ്പോ ഇവനവിടെ കള്ളത്തരം ചെയ്യുമ്പോ നമ്മുടെ കണ്ണ് നേരെ തെറ്റായിട്ടാണ്. അവിടെ ചെന്ന് നല്ലത് കാണാറുണ്ട്. തിരുമേനി പ്രസാദം തന്നില്ല, മറ്റൊരു അവിടെ ചെന്നില്ല, അവിടെ എഴുതിയില്ല, 100 കുറ്റങ്ങളാണ്. നമ്മളവിടെ പോയിട്ട് നമുക്കെന്താ ചെയ്യേണ്ടത് ചെയ്തു പോലെ. നമുക്ക് ഒരു അമ്പലത്തിലേക്ക് നമുക്ക് ചെല്ലാൻ തോന്നണമെങ്കിൽ ആ അമ്പലത്തിൽ നമ്മളെ വിളിക്കണം, എന്നാലേ പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ ശിവനാണ് കഴിഞ്ഞു. പ്രകൃതിയും പുരുഷനും ചേർന്നതാണ്. ഇനി നാരദരാഘവ സംവാദത്തില് പുരാണത്തിന് പോവുക. അതില് 2 വാക്യത്തില് കാലാവലോകനം കാര്യസാധ്യം